എല്ലാവർക്കും ഓണാശംസകൾ. എനിക്ക് ഓണമായാലും വിഷു ആയാലും എല്ലാ ദിവസവും ശരിക്കും നല്ല ജോലിയുണ്ട്. ഒരിടം പോകാൻ പറ്റുന്നില്ല, ഇവരെയൊക്കെ ഇട്ടിട്ട് ഒരിടം പോകാൻ പറ്റുന്നില്ല. കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ല. കാരണം വേറൊന്നുമല്ല, ഈ വിള എന്നൊക്കെ പറഞ്ഞ സത്യമാണ് സുഹൃത്തുക്കളെ. പട്ടികളെ കൊണ്ട് എന്നും ആശുപത്രിയിലാണ്. അതുകൊണ്ട് തൽക്കാലം വീഡിയോ ഒന്നും ചെയ്യാതിരുന്നു. കുറച്ച് നാളായില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ഞാൻ നമ്മുടെ അവിടെ വന്ന ഒരു ഡാഷ് ഹണ്ട് വിഭാഗത്തിൽപ്പെട്ടൊരു ഡോഗാണ്. ബോർഡിങ്ങിന് വന്നതാണ്. അപ്പം രാവിലത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഒരു നേരം ഡ്രൈ ഫുഡാണ് കൊടുക്കുന്നത്. ഞങ്ങൾ ഡ്രൈ ഫുഡും വെള്ളവും വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ഞാനൊരു കമ്പനിയിൽ വണ്ടിയാണ് ഓടുന്നത്, ഡ്രൈവറാണ്. അപ്പം രാവിലത്തെ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ്. രാവിലെ ഭയങ്കര വൃത്തികേടാക്കിയാണ് ഇവരെല്ലാം ഇടുന്നത്. ഞാൻ എല്ലാം വെള്ളം മുക്കി തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ കുതിരയ്ക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. കുതിര അങ്ങ് വെള്ളയിൽ കെട്ടിക്കുകയാണ്. അപ്പോൾ അവൾ വെള്ളം കൊടുത്താൽ കുടിക്കില്ല. അതുകൊണ്ട് കുറച്ച് തവിടിട്ട് കലക്കി ഒരു കലക്ക് പോലെ ആക്കിയാണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വരവിനായിട്ട് അങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. പുള്ളിക്കാരത് മുഖമൊക്കെ ഉരച്ച് മുറിച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെ കൊണ്ട്. കൊതുക് കടിച്ചിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പുല്ലുണ്ട്. അങ്ങനെ അവളെ കൊണ്ട് വെള്ളം കൊടുത്തിട്ട് മേയാൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് നേരെ അടുത്ത ഫാമിലോട്ട് പോവുകയാണ്. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അവരും ഇങ്ങനെ എന്നെ പ്രതീക്ഷിച്ച് നിൽക്കും. അപ്പം ഇവിടെ തുറന്നിട്ടില്ല. അപ്പം ഞാൻ താക്കോലെടുത്ത് തുറന്ന് അകത്തോട്ട് കയറാൻ പോവുകയാണ്. ഇവിടുത്തെ എന്താണ് അവസ്ഥയെന്ന് അറിഞ്ഞൂടാ. രണ്ടുപേരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവർ കൂടൊന്നും വൃത്തികേടാക്കിയിട്ടില്ല. എന്തായാലും തുറന്നു വിട്ട് ചോറ് കുറച്ച് കഴിച്ചിട്ടുള്ളൂ. അവരുടെ കാര്യങ്ങളും നോക്കണം. ഇവിടുത്തെ പിന്നെ അജേഷ് ആണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. എൻ്റെ പാർട്ട്ണറാണ്, പുള്ളിയാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇവർ രണ്ടൊരു കാര്യങ്ങളും പുള്ളിക്കാരൻ നോക്കിക്കോളും. പിന്നെ കോഴികൾക്കെല്ലാം അബിയും അജേഷും കൂടെ തീറ്റ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഷിറ്റ്സുവിനെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് പുറത്തോട്ട്. അപ്പോൾ അവർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. തുറന്നു വിടുമ്പോൾ ഭയങ്കര കളിയാണ്. കളിക്കാനുള്ള സ്ഥലം ഞാൻ കൊടുത്തപ്പോൾ കുറച്ച് വീട്ടിൽ അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റിയതാണ്. ഇനി ഇവിടെ ഒരു ഷെഡ് അടിച്ച് കുറച്ച് ഐഡിയ കൊണ്ട് നല്ല രീതിയിൽ ചെയ്യണം. അവർക്ക് നല്ല ലോങ് ഹെയർ ആയിരുന്നു എല്ലാവർക്കും. ഞാനിപ്പം വെട്ടിയതാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മെയിലാണിത്. നല്ല ക്വാളിറ്റി മെയിലാണ്. ഞാൻ എറണാകുളത്തു നിന്ന് കൊണ്ടുവന്നതാണ്. ഇവൻ്റെ പേര് സിംബ എന്നാണ്. നല്ല മെയിലാണ്. അവന് 1 വയസ്സായില്ല. 1 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ ഇത്രയും സൈസുണ്ട്. ഷിറ്റ്സു ഹൈ ക്വാളിറ്റി ബ്രീഡാണ്. മറ്റേ ഇത് നിങ്ങൾക്കെല്ലാം അറിയാം, ഡോറ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഡോറ ഫീമെയിലാണ്. നല്ല സ്വഭാവമാണ്, അനുസരിക്കും, നല്ല അനുസരിക്കും. അത് മറ്റേ ആൾ നമ്മുടെ പൂക്കി എന്ന് പറഞ്ഞൊരു ബ്രീഡാണ്. ഇത് പിന്നെ നമ്മൾ കുറച്ച് പന്നി വളർത്തുന്നുണ്ട്, ഞാനും അജേഷും കൂടെ. അപ്പം ഇവിടുത്തെ കാര്യം പുള്ളിക്കാരനാണ് നോക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് നോക്കാറ് പോലുമില്ല. ഇതൊരു ആറ്റിൻ്റെ തീരത്തുള്ളൊരു വീടാണ്. ഞങ്ങൾക്ക് ആ വീടിൻ്റെ ഓണർ സമ്മതിച്ച് അങ്ങനെ ഇവിടെ പന്നിയിട്ടൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ ജോലിയും കഴിഞ്ഞ് കുറച്ച് പുല്ല് പറിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അവർക്ക് രാവിലെ. അങ്ങനെ ഞാൻ കുറച്ച് പുല്ല് എടുത്തിട്ട് കൊടുത്തവർ കഴിക്കുന്നു. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച്. ഇനി ഉടനെ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. അതിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താം. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേരുന്നു.